മൂന്നോ നാലോ പ്രാദേശിക പാർട്ടികൾ ചേർന്ന് നിന്ന് ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയാൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഇല്ലാതായിക്കൂടാ? നിതിൻ ഗഡ്കരി പറഞ്ഞു കോൺഗ്രസ് വിട്ടുവരുന്നവരോട് പറഞ്ഞു നിങ്ങൾ കോൺഗ്രസ് വിടരുത്. RSSന്റെ മേധാവിയൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യം പറഞ്ഞു. ഒരു വാൾ പോസ്റ്ററിലും സോണിയാഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ ആ തൊട്ടുകൂടായ്മയിലേക്കും ഒന്നും പോകണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. കോൺഗ്രസ് മുക്ത ഭാരതം BJP അടിച്ചാൽ ഉണ്ടാക്കാൻ പറ്റില്ല. നമസ്കാരം. ഈ അടുത്ത കാലത്തായി ഒരു വിശേഷപ്പെട്ട വാദം ഉയർന്നു വരുന്നുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതം ജനാധിപത്യ വിരുദ്ധം ആണോ എന്നും അല്ല എന്നും രണ്ട് പക്ഷം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഗോപകുമാർ സാർ നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം സാർ. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും സാറിൻ്റെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പ്രഖ്യാപിത മുദ്രാവാക്യം തികച്ചും ജനാധിപത്യ വിരുദ്ധം എന്ന നിലയിൽ ചില വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് സാർ അതിനെ നോക്കിക്കാണുന്നത്? പ്രഥമ ദൃഷ്ടിയ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിലും വേരുകളുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസ് 1947 തൊട്ട് കോൺഗ്രസ്സാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കുടുംബമാണെങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടിയുടെ ഭരണമായിരുന്നല്ലോ 1977 വരെ അഭംഗുരം ഇവിടെ നിലനിന്നിരുന്നത്. ആദ്യം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണല്ലോ ഗവൺമെൻറ് താഴെ പോകുന്നത്. ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഭാരതത്തിൽ നിന്ന് കോൺഗ്രസ് മുക്ത ഭാരതത്തിൽ പിന്നെ വേറെ ആരാ അവശേഷിക്കുന്നത്? അപ്പോൾ കോൺഗ്രസ് ഭാരതത്തെ കോൺഗ്രസ് മുക്തമാക്കിയാൽ നമ്മുടെ ജനാധിപത്യം രക്ഷപ്പെടുമോ? ഇനിയും കോൺഗ്രസ് മുക്തമാക്കിയാൽ പിന്നെ അവശേഷിക്കുന്ന ആരാണ്? അങ്ങനത്തെ ചോദ്യം കൂടി ഇല്ലേ? എൻ്റെ ചോദ്യം അതായിരുന്നില്ല. പ്രതിപക്ഷ മുക്ത ഭാരതം എന്ന് പറയുമ്പോഴാണ് വാസ്തവത്തിലത് ജനാധിപത്യ വിരുദ്ധം എന്നാണ് എൻ്റെ തോന്നൽ. കോൺഗ്രസ് പാർട്ടി അതിൻ്റെ BJP ആകട്ടെ കോൺഗ്രസ് ആകട്ടെ അവരുടേതായ സ്വഭാവങ്ങൾ കാരണം നാമാവശേഷമായി പോകുന്നതിന് മറ്റൊരു പാർട്ടി എങ്ങനെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും? സ്വാഭാവികമായിട്ട് ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ പല പാർട്ടികളും പറഞ്ഞിട്ടുണ്ട് എതിർപക്ഷത്തെ ഉന്മൂലനാശം ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു രാഷ്ട്രീയമായ ചില മുദ്രാവാക്യങ്ങളായി മാത്രം കണ്ടാൽ പോരെ. അതിലുപരിയായിട്ട് അതിൽ കാണുന്നതിൽ എന്താണ്? അല്ല, കോൺഗ്രസ് മുക്ത ഭാരതം ഒരു പരിപാടിയായിട്ട് BJP വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു 2 വർഷത്തിന് മുമ്പാണെന്ന് എൻ്റെ ഓർമ്മ. നിതിൻ ഗഡ്കരി പറഞ്ഞു കോൺഗ്രസ് വിട്ടുവരുന്നവരോട് പറഞ്ഞു നിങ്ങൾ കോൺഗ്രസ് വിടരുത്, നിങ്ങൾ കോൺഗ്രസ്സിൽ തന്നെ നിൽക്കണം. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിലൊരു ബാലൻസ് വേണം. അത് തീർച്ചയായിട്ടും 2 ദേശീയ പാർട്ടികളുടെ സാന്നിധ്യം അനിവാര്യമാണ്. BJP ഉണ്ട്, കോൺഗ്രസ്സും ഉണ്ട്. അത് ബാലൻസ് ചെയ്താണ് നമ്മുടെ ജനാധിപത്യം പോകേണ്ടത്. അതുകൊണ്ട് കോൺഗ്രസ്സിന് ഭാവിയുണ്ട്. നിങ്ങൾ കോൺഗ്രസ് വിട്ടു പോകേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ നിതിൻ ഗഡ്കരിയാണ്. അപ്പോൾ കോൺഗ്രസ് ദുർബലമായാൽ, കോൺഗ്രസ് മുക്തമായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എൻ്റെ ആശങ്ക. അതാണ് പ്രശ്നം. കോൺഗ്രസ് മുക്ത ഭാരതം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകുന്നൊരു ഗ്യാപ്പിൽ പിന്നെ ഒരു ദേശീയ പാർട്ടി എന്ന് പറയുന്നത് BJP മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നൊരു അപകടം എന്താ വെച്ചാൽ കൊച്ചു കൊച്ചു പ്രാദേശിക പാർട്ടികൾ, തമിഴ്നാട്ടിലെ DMK, തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലെ, RJD ബീഹാറിൽ, ഇങ്ങനെ YSR കോൺഗ്രസ് ആന്ധ്രയിൽ, ഇങ്ങനെ പ്രാദേശിക പാർട്ടികളെ പിടിമുറുക്കിയാൽ നമ്മുടെ ജനാധിപത്യത്തിന് വലിയ അപരിഹാര്യമായ നഷ്ടം വരും. ഇതിനകത്ത് 3-4 പ്രാദേശിക പാർട്ടികൾ ചേർന്ന് നിന്ന് ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയാൽ വികസനം ആ പ്രദേശങ്ങളിലേക്ക്, ആ സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുക്കപ്പെടും. പ്രാദേശിക പാർട്ടികൾക്കപ്പുറം കടന്നു വരേണ്ട ബാധ്യത ദേശീയ പാർട്ടികൾക്കുണ്ട്. അതിനുള്ള ശ്രമങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് നാടിൻ്റെ ഒരു ആവശ്യമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പിൽക്കാലത്ത് അത് പല കാരണങ്ങളും ക്ഷയിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ അതിൽ പ്രത്യേകിച്ചും അവസാനം ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ ഒരു കാലഘട്ടത്തിൽ തുടർച്ചയായി വന്നിട്ട് കോൺഗ്രസ് സർക്കാരുകളുടെ അഴിമതി ആരോപണങ്ങളിൽപ്പെട്ടിട്ടാണ് വാസ്തവത്തിൽ മറ്റൊരു പാർട്ടിയുടെ ഉദയം ചെയ്തത് പോലും. അതിന് കാരണം മുഖ്യം അതുതന്നെയായിരുന്നു. പിന്നീടത് നിലനിൽപ്പിനായി ഉയർത്തിയ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം എന്നുള്ളതിൽ കവിഞ്ഞ് സത്യത്തിൽ RSSന്റെ മേധാവിയൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ് നമ്മുടെ നയമെങ്കിലും ഇത് കേവലമായ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമാണ്. അത് അവരുടെ കാര്യമാണ്. ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും, എനിക്ക് അറിവ്, ഞാനത് തീയതി എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അദ്ദേഹം പോലും പാർലമെൻറ്റിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ആദ്യമായി എപ്പോഴാണെന്നാണ് എനിക്ക് പറയാൻ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒരു ക്ലാസ്സിൽ എല്ലാ വിദ്യാർത്ഥികളും ജയിക്കണം എന്ന് പറഞ്ഞ് അതും ജനാധിപത്യ വിരുദ്ധമാണോ? ഇതേപോലെ തന്നെ അല്ല, ഒരു നാട്ടിലെല്ലാവരും നല്ലവരായിരിക്കണം എന്ന് പറയുന്നത് എൻ്റെ ഒരു സാങ്കത്യമാണ്. അല്ല, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഇല്ലാത്തൊരു ഭാരതമാണല്ലോ. എങ്കിലല്ലേ കോൺഗ്രസ് മുക്തമാകാനാണ്. അല്ല, എന്തുകൊണ്ട് കോൺഗ്രസ് ഇല്ലാതായിക്കൂടാ?
അല്ല അല്ലെങ്കിൽ ബി ജെ പി ഇല്ലാതായിക്കൂടാ. അല്ല BJPയോ കോൺഗ്രസോ സ്വയം കൃതാനർത്ഥം കൊണ്ട് ഇല്ലാതാകാം. കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. നാളെ BJPക്ക് എന്ത് സംഭവിക്കുന്നതൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കാലത്ത് ഇന്ത്യ ഭരിക്കാൻ തയ്യാറായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചതും സ്വയം കൃതാനർത്ഥമാണ്. അവരെവിടെയൊക്കെ ഉണ്ടായിരുന്നു, രാജസ്ഥാനിലും പിന്നെ അതുപോലെ തന്നെ ബീഹാറിലും തമിഴ്നാട്ടിലും ബംഗാൾ ഭരിക്കുന്നു, ത്രിപുര ഭരിക്കുന്നു, കേരളം ഭരിക്കുന്നു. അത് സ്വയം കൃതാനർത്ഥമാണത്. അതാരും മുക്തമാക്കിയല്ല, അവർ സ്വയം ഇല്ലാതായതാണ്, സ്വയം നശിച്ചതാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പോക്കുണ്ടാക്കും. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ മുദ്രാവാക്യത്തോടെ അങ്ങനെ മോഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസ് മുക്ത ഭാരതം BJP വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റില്ല. അവരെത്ര ശ്രമിച്ചാലും ഭാരതത്തിനെ കോൺഗ്രസ് മുക്തമാക്കാൻ പറ്റില്ല. പക്ഷേ ഭാരതത്തിനെ കോൺഗ്രസ് മുക്തമാക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. അതാണ് പ്രശ്നം. BJP അല്ല ഭാരതത്തിനെ കോൺഗ്രസ് മുക്തമാക്കുന്നത്, കോൺഗ്രസ് തന്നെയാണ്. ഉദാഹരണത്തിന് ഈ തെരഞ്ഞെടുപ്പിലെ പിന്നെ വാൾ പോസ്റ്ററുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വാൾ പോസ്റ്ററിലും സോണിയാഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധിയുടെ ചിത്രമില്ല. 2019 നോക്കിയിട്ട് അതിൽ സോണിയാഗാന്ധിയുടെ ചിത്രം ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഉണ്ടായിരുന്നു. ഞാൻ പലയിടത്തും നോക്കിയിട്ട് ആലപ്പുഴ മാത്രം KC വേണുഗോപാലും രാഹുൽ ഗാന്ധി താടിയൊക്കെ വളർത്തി നിൽക്കുന്ന ഒരു പടം, അവർ രണ്ടുപേരും ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ഒരു പടം. അത് അവരുടെ അവിടെ അത് രണ്ടുപേരും ഇവർ സോണിയാഗാന്ധിയുടെ അതിനകത്തും ഇല്ല. അപ്പോൾ ഇവർ തമ്മിലൊരു സൗഹൃദം കാണിക്കാനായിരിക്കും. എന്തായാലും ശരി, ഈ കോൺഗ്രസ്സിനെ ഒരു അപകടം തിരിച്ചറിഞ്ഞു. അതായത് കോൺഗ്രസ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ, കുടുംബവാഴ്ച കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇവരെ ഒന്നും പ്രൊജക്റ്റ് ചെയ്താൽ വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലായിക്കഴിഞ്ഞു. ഒരുപക്ഷെ കോൺഗ്രസ് വരുന്നത് ഈ സോണിയ മുക്ത അല്ലെങ്കിൽ നെഹ്റു കുടുംബമുക്ത ഒരു കോൺഗ്രസ് 24 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 2030 അല്ലെങ്കിൽ 29 ഇന്ത്യയിൽ വരും. അത് ഈ കോൺഗ്രസ്സിൽ നിന്ന് അടിസ്ഥാനപരമായ മാറ്റമുള്ള ഒരു പാർട്ടി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ പോളിസിയിൽ മാറ്റം വരുത്തും, നിലനിൽപ്പിന് പുതിയ സമീപനങ്ങൾ സ്വീകരിക്കും. ഇന്ത്യക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇന്ത്യൻ ദേശീയതയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നൊരു നേതൃത്വം വരും. അതായത് ചൈനയിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കാത്ത, പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കാത്ത, പുൽവാമ അറ്റാക്കിനെ തള്ളിപ്പറയാത്ത, ഇന്ത്യയിലെ ആളുകളെ ജാതി തിരിച്ചു നിർത്തി അവരെ പ്രീണിപ്പിച്ച് വോട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ഒരു നേതൃത്വമില്ലാത്ത കോൺഗ്രസ്, ആ കോൺഗ്രസിനെ ഞാൻ കാണുന്നത്. അല്ലാതെ ഓരോ വിഷയത്തിലും തനിക്ക് എന്ത് നേട്ടം കിട്ടാം, അല്ല എതിരാളി എങ്ങനെയൊക്കെ അടിക്കാം, അത് രാജ്യത്തിൻ്റെ താല്പര്യം പ്രശ്നമല്ല. കോൺഗ്രസിനെ പറ്റിയൊരു പ്രോബ്ലം, കോൺഗ്രസ് മുക്തമാകാനുള്ള കാരണം തന്നെ അവർ മോദിയിലേക്ക് ഫോക്കസ് ചെയ്തു. മോദിയിലെ വ്യക്തിത്വം എന്നുള്ള മോദിയെ ഫോക്കസ് ചെയ്ത് പോകല്ല, മോദിയുടെ പോളിസിയെ ഫോക്കസ് ചെയ്യുമ്പോൾ കൗണ്ടറായിട്ടൊരു പോളിസി അവർ വെക്കണമായിരുന്നു. എന്തിന് 370 വകുപ്പിനെ അവർ എതിർക്കുന്നതിൻ്റെ കാര്യം എന്താ? അങ്ങനെയാണെങ്കിൽ അവർ അവരുടെ പ്രകടന പത്രികയിൽ പറയണം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 370 വകുപ്പ് പിൻവലിക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പിന്നെ പൗരത്വ ബില്ല് പിൻവലിക്കും. അത്തരം കാര്യങ്ങൾ പറഞ്ഞു വേണ്ടേ പോകാൻ? ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് സ്വാഭാവികമായി എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത് രാഷ്ട്രീയവും മാനസികവുമായ ഒരു മേൽക്കോയ്മ കോൺഗ്രസിൻ്റെ മേൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരിക്കാം. അത് നിയമപരമായിട്ട് ഒരു പാർട്ടിയുടെ രജിസ്ട്രേഷൻ അവർ ക്യാൻസൽ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ മാത്രമല്ലേ അത് ജനാധിപത്യ വിരുദ്ധമാകുന്നുള്ളൂ. മറിച്ച് ഈ മേൽക്കോയ്മ നേടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പറയുന്ന ഒരു രാഷ്ട്രീയ മുദ്രാവാക്യത്തെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. അല്ല, ഇതിനകത്ത് പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള അധികാരം ഇല്ല, കേന്ദ്ര ഗവൺമെൻറ് ഇല്ല. അതിന് ഇലക്ഷൻ കമ്മീഷൻ മാത്രമേ ഉള്ളൂ. അതിന് കൃത്യമായ വ്യക്തമായ ഒരു കാരണം ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ റദ്ദാക്കാനൊക്കെ. അത് ഇന്ത്യയിൽ അത്ര പ്രായോഗികമായ കാര്യമല്ല. അപ്പോൾ അതൊരു മുദ്രാവാക്യം എന്നുള്ള നിലയിൽ, അതായത് BJP വെക്കാൻ പറ്റുന്ന ഒരു മുദ്രാവാക്യമല്ല കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് എപ്പോഴും പിന്നെ ഈ 44% പേര് വോട്ടിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ബാക്കിയുള്ള 64 കിടക്കുകയാണ്. ആ 64 ശബ്ദമാണ് വാസ്തവത്തിൽ പ്രതിപക്ഷത്തിൽ കൂടി ലോക്സഭയിൽ മുഴങ്ങേണ്ടത്. അപ്പോൾ അവിടെ ആ ഭൂരിപക്ഷം പുറത്ത് നിൽക്കുകയാണ്. അനുകൂലമായി വോട്ട് ചെയ്യാത്ത സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യാതിരുന്ന ഒരു വലിയ ശതമാനത്തിൻ്റെ വോട്ട്, അതാണ് പ്രതിപക്ഷത്തിൽ കൂടി കാണുന്നത്. അത്തരത്തിലൊരു പ്രതിപക്ഷം പാടില്ല എന്ന് പറയുന്നിടത്ത് അതും പിന്നെ അതിലൊരു പാർട്ടി വേണ്ട എന്ന് പറയുന്നതും തമ്മിൽ ഉള്ള വ്യത്യാസമാണ് ഞാൻ സാറോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച്? അല്ല, പ്രതിപക്ഷമില്ലാത്തൊരു ജനാധിപത്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അല്ല, അങ്ങനെ പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസ് ഇല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം വേണമല്ലോ. അങ്ങ് സൂചിപ്പിച്ച പോലെ അല്ലാതെ കോൺഗ്രസ് മാത്രം തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ഒരു നിർബന്ധമില്ല. അല്ല, ഇപ്പോൾ ഒരു പക്ഷേ പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ മറ്റു പല പാർട്ടികളും DMKയുടെ സീറ്റെങ്കിലും കോൺഗ്രസിന് കിട്ടാതെ വന്നാൽ ബുദ്ധിമുട്ട് വരും. അവരാരും പ്രതിപക്ഷമായിട്ട് വരുന്നത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവൈവലിൻ്റെ പ്രശ്നമാണ്. പക്ഷേ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യത്തിനോട് യോജിക്കാൻ ജനാധിപത്യ ബോധമുള്ള ആളുകൾ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങ് പറഞ്ഞ് കുറച്ചുകൂടെ ഒരു ഫിലോസഫിക്കലായിട്ടാണത്.
പിന്നെ കോൺഗ്രസ് നിലനിൽക്കട്ടെ, ബാക്കി എല്ലാ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിലനിൽക്കട്ടെ, ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാവട്ടെ. ഒരു ഭരണ സംവിധാനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ സ്വരങ്ങൾ കൂടി മുഴങ്ങി കേൾക്കുമ്പോഴും അങ്ങനെ അതും കൂടി സമന്വയിപ്പിച്ചിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുമ്പോഴുമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ ഉണ്ടാകട്ടെ. ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഈ മാറ്റി നിർത്തൽപ്പെടലിനും പഴയ ആ തൊട്ടുകൂടായ്മയിലേക്കും ഒന്നും പോകണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എങ്കിൽ പോലും ചില അഭിപ്രായങ്ങൾ സാറുമായി ചോദിച്ച് വ്യക്തമാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. നമസ്കാരം.